ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തിരുവാർപ്പ് പഞ്ചായത്തിലെ കുമ്മനം ഭാഗത്താണ്. ഇവിടുത്തെ ഒരു സായാഹ്ന വിശ്രമ കേന്ദ്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്നാട്ടിലെ ജനപ്രതിനിധികളുടെയും ജനങ്ങളുടെയും ഒക്കെ സഹകരണത്തോടുകൂടി ഇങ്ങനെ ഒരു സായാഹ്ന വിശ്രമ കേന്ദ്രം ഇവിടെ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വയലോരം എന്നാണ് ഇവർ പേരിട്ടേക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ ഈ സ്ഥലവും ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളുമൊക്കെ നമ്മുടെ വീഡിയോകളിൽ വഴി വൈറലായിട്ടുണ്ട്. താടിക്കാരൻ ബ്രോയും ഒക്കെ വന്ന് ഇവിടെ വീഡിയോ എടുത്ത് വൈറലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഇതിനെക്കുറിച്ച്, ഈ സ്ഥലത്തെക്കുറിച്ചും ഇവിടുത്തെ പ്രത്യേകതയെക്കുറിച്ചും ഒക്കെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇവിടുത്തെ വൈറലായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു ചായക്കടയുണ്ട്. ഇക്കാൻ്റെ ചായക്കട എന്നാണ് പേര്. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് ഇവിടെ വൈറലാകാൻ കാരണം. ചൂട് പഴംപൊരിയും ബീഫ് കറിയും ആണ് ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പം ഞങ്ങൾ അതിനുവേണ്ടിയുള്ള കാത്തുനിൽപ്പിലാണ്. ആഹാ, എന്ത് നല്ല ചിരി! ഈ ചിരിയിലാണ് ഞാൻ വീണു പോയത്. അപ്പോൾ ചൂട് ഏത്തയ്ക്കാപ്പവും ബീഫ് കറിക്കും വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. അപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഏത്തയ്ക്ക മാവിൽ മുക്കി വയ്ക്കുക, എണ്ണയിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് ഇത് നല്ല ചൂട് ഏത്തയ്ക്കാപ്പമായി കയ്യിലേക്ക് കിട്ടും. അപ്പോൾ ഈ കടയുടെ പ്രവർത്തന സമയം ഏതെന്ന് വെച്ചാൽ പകൽ 3 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ് ഉള്ളത്. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചൂട് പഴംപൊരിയും ബീഫ് കറിയും കിട്ടുന്നതാണ്. അതിൻ്റെ കൂടുതൽ ഞായറാഴ്ച സ്പെഷ്യലായിട്ട് കപ്പ ബിരിയാണി ഉണ്ടായിരിക്കും. കൂടാതെ കുടിക്കാനായിട്ട് കടുംചായ, കട്ടൻ കാപ്പി, ചായ, ബൂസ്റ്റ്, ഹോർലിക്സ്, പിന്നെ ചെറുകടികളായിട്ടുള്ള ഉള്ളിവട, ബോണ്ട, ഉഴുന്നുവട, ഈ കാര്യങ്ങളുമൊക്കെ ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ വയലോരം സായാഹ്ന വിശ്രമ കേന്ദ്രത്തിൽ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഇവിടെ ഇടാൻ പാടില്ല, പിന്നെ ചെടികളും കാര്യങ്ങളും ഇവിടുത്തെ സൗകര്യങ്ങളൊന്നും നശിപ്പിക്കാൻ പാടില്ല, വെള്ളമടി പാടില്ല, പിന്നെ ഇതിലേ പോകുന്ന വാഹനങ്ങൾ അമിതമായ വേഗത്തിൽ പോകാൻ പാടില്ല. അപ്പം ക്യാമറ നിരീക്ഷണത്തിലൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം നേരത്തെ ഉള്ള സായാഹ്ന വിശ്രമ കേന്ദ്രങ്ങൾ നമ്മൾ കോട്ടയം ഭാഗത്തൊക്കെ ഉള്ളതൊക്കെ ഇപ്പം സൈഡുകളിലൊക്കെ വേസ്റ്റും കാര്യങ്ങളുമൊക്കെ കൊണ്ടിട്ട് നശിപ്പിച്ച അവസ്ഥയിലാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ ഈ ഒരു വിശ്രമ കേന്ദ്രത്തിനും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന രീതിയിലാണ് ഈ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടേക്ക് ചെല്ലുന്ന നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ചൂട് പഴംപൊരിയും ബീഫും നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോയി ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായത്തിൽ അടിപൊളിയാണ്. അപ്പം നമ്മളും ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് ഇത് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നന്ദൂസും മനീഷയും അത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അവരുടെ കയ്യിലേക്ക് ചൂട് പഴംപൊരിയും ബീഫ് കറിയും കിട്ടിയിട്ടുണ്ട്. അടിപൊളിയാണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ കൈകളിലേക്ക് 2 ഏത്തയ്ക്കാപ്പവും ചൂട് ബീഫ് കറിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അവർ കഴിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ചൂടുള്ള പഴംപൊരിയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടുപേരും പതിയാണ് കഴിക്കുന്നത്. കറിയുടെ കളറ് കണ്ടിട്ട് ഒരുപാട് എരിവില്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് കഴിച്ച് നോക്കുമ്പോൾ അറിയാം. നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അതിനോട് ഒരു ഗ്ലാസ് നല്ല ബൂസ്റ്റും കൂടി ആയപ്പോഴത്തേക്കും സംഗതി ഉഷാറായി. അപ്പോൾ വൈകുന്നേരം ആസ്വദിക്കാനായിട്ട് ഒരുപാട് പേര് ഈ പ്രദേശത്തുള്ളവരും വെളിയിലുള്ളവരും ഒക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും സമാധാനമായിട്ട് ഇരുന്ന് ചായ കുടിക്കാനും ഒക്കെ ഉള്ളൊരു വേദിയാണിത്. അപ്പം ഇവിടുത്തെ ബീഫ് കറിയും നമ്മുടെ പഴംപൊരിയും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പം ഇവിടെ അടുത്തുള്ള നമ്മുടെ സമീപപ്രദേശങ്ങൾ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ ഒരു സംഭവം ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് ദൂരേക്ക് വണ്ടി ഓടിച്ച് ഒരുപാട് ട്രാഫിക്കിലേക്ക് പോകാതെ ഈ ഒരു ഗ്രാമപ്രദേശങ്ങളിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ സമാധാനപരമായിട്ട് നമ്മുടെ ഫാമിലിയായിട്ട് വന്ന് ഒരു അരമണിക്കൂറോ അല്ല 1 മണിക്കൂറോ ഒക്കെ ഇരുന്ന് നമുക്ക് ചായയൊക്കെ കുടിച്ച് പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം എല്ലാവർക്കും ഒരു ശുഭ സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.